അഹമ്മദാബാദിൽ വിമാനം തകർന്ന സ്ഥലത്ത് ഇന്നും പരിശോധനകൾ തുടരും. വിവിധ ഏജൻസികളും ദുരന്ത നിവാരണ അതോറിറ്റിയും പരിശോധനകൾ നടത്തും. ആശുപത്രിയിലുള്ള മൃതദേഹങ്ങൾ വിട്ടുനൽകാനുള്ള നടപടികളും ഇന്ന് ആരംഭിക്കും. ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ഇന്നലെ മുതൽ ശേഖരിച്ചു തുടങ്ങിയിരുന്നു. അപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശി രഞ്ജിതാജി നായരുടെ ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലെത്തും. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന്. വിഷ്ണു, അവിടെ പരിശോധനകൾ തുടരുന്നുണ്ട് വിവിധ ഏജൻസികളുടെ. ഒപ്പം ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളാണല്ലോ. രഞ്ജിതയുടെ സഹോദരൻ എത്തിയിട്ടുണ്ടോ അഹമ്മദാബാദിൽ ഇതിനോടകം? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉമേഷ, 7 മണിയോടുകൂടി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം BJ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അവിടെയായിരിക്കും DNA പരിശോധനാ ഫലത്തിന്റെ അടക്കം നടപടികൾ ഉണ്ടാകുക. ഇന്നലെ തന്നെ ബന്ധുക്കളുടെ, ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി മൃതദേഹങ്ങൾ വിട്ടു തുടങ്ങാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി അവിടെ ഈ ആശുപത്രി അധികൃതർക്ക് ഒരു സാങ്കേതിക തടസ്സങ്ങളും മൃതദേഹം വിട്ടുതരുന്നങ്ങളിൽ ഉണ്ടാകരുത്, സമയമധികം നൽകരുത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ പരിശോധനയിലാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ഒന്നാണ്. അതിന്റെ പ്രാഥമിക വിവരങ്ങളൊക്കെ ഇന്ന് പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതുവരെ ഈ അപകട കാരണത്തിന്റെ ഒരു പ്രാഥമിക വിവരണമോ ഔദ്യോഗിക സ്ഥിരീകരണമോ എന്താണെന്നുള്ളതിൽ വ്യോമയാന മന്ത്രാലയം ഇതുവരെ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതും ഇന്ന് പുറത്തു വരാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന്, ഈ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവ്യക്തതയാണ്. 49 പേർ ഇപ്പോൾ BJ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പക്ഷേ അനൌദ്യോഗികമായ കണക്കുകൾ പറയുന്നതും നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നതും 100-ലധികം ആളുകൾക്ക് ചെറുതും വലുതുമായി പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നാണ്. ആ കണക്കുകൾ കൂടി ഇന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ മരണനിരക്കിന്റെയും അതോടൊപ്പം പരിക്കേറ്റ ആളുകളുടെയും ഒരു ഔദ്യോഗിക പട്ടിക കേന്ദ്ര സർക്കാർ ഉടൻ പുറത്തിറക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ വിദേശത്തു നിന്നുള്ള സംഘം, അമേരിക്കയുടെ അടക്കം അതോടൊപ്പം GE എയറോനോട്ടിക്സിന്റെ സംഘവും ഇന്ന് അഹമ്മദാബാദിലേക്ക് എത്തും. അവരും നിലവിൽ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി ഈ അപകട സ്ഥലത്ത് എത്തി കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഉന്മേഷം. ശരി, അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.